പാട്രിയാർക്കി ചിന്താഗതിയുള്ള ഒരു ഇതാണ് ഒരാളുടെ ധാർഷ്ട്യം അല്ലേ, മെഗലോമാനിയ. അതാണ് ആ രംഗം കൊണ്ട്. അപ്പോൾ അതുമായിട്ട് കസബയിലെ ആ രംഗം ഈ ടോക്സിക്കിലെ കാരണത്തുള്ള രംഗമായിട്ട് കമ്പയർ ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. കാരണം ഈ ഇപ്പോൾ വേറൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ ബാഹുബലി എന്താ പറഞ്ഞിരിക്കുന്നത്? നീ ചെയ്തത് തെറ്റ്. സ്ത്രീകളുടെ ശരീരത്തിൽ കൈവച്ചാൽ വെട്ടിയെറിയേണ്ടത് വിരലുകളല്ല, തലയാണ് എന്ന് പറയുന്ന ബാഹുബലി എന്താണ് ചെയ്തത്? കള്ള് ദർബാർ അവിടെ പോയിട്ട് അവിടെയുള്ള സ്ത്രീകളുടെ പാട്ടിൽ തൊടാത്ത ഒരു സ്ഥലമില്ല, എല്ലാ ഭാഗങ്ങളിലും തൊടുന്നുണ്ട്. അപ്പോൾ അത് കൺസെൻ്റാണ്. കാരണം അങ്ങനെ ഒരു ഏരിയ ആണ് അത്. അപ്പോൾ ഈ ടോക്സിക്കിലെ കാരണത്തുള്ള രംഗം എന്ന് പറയുന്നത് അവരുടെ കൺസെൻ്റ് അല്ലേ, കൺസെൻറ്റോടുകൂടി ചെയ്യുന്നതല്ലേ. പിന്നെ ഒരു പ്രൈവറ്റ് പ്ലേസ് അല്ലേ അത് കാറെന്ന് പറയുന്നത്. പിന്നെ അത് ഒളിഞ്ഞു നോക്കിയാൽ കാണാൻ പറ്റുമെന്ന് കാറാണെന്നറിയില്ല, പക്ഷേ അത്തരം രംഗങ്ങൾ മലയാള സിനിമയിലുണ്ടല്ലോ. ഇപ്പോൾ ദിലീപേട്ടൻ്റെ മിസ്റ്റർ മരുമകളിലൊക്കെ അത്തരം രംഗങ്ങളൊക്കെ ഉണ്ടാകും. ഇപ്പോൾ എമ്പുരാനിലൊക്കെ ബ്രൂട്ടലായിട്ടുള്ള റേപ്പ് സീനൊക്കെ അല്ലേ കാണിച്ചേക്കണത്. അത് സെൻസർ ബോർഡിൻ്റെ അനുമതി കിട്ടിയിട്ട് തിയേറ്ററിൽ കളിച്ചിട്ട് പിന്നെ ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് അതൊക്കെ വിവാദമായതുകൊണ്ടാണ് അതൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞത്. ഇപ്പോൾ ഈ സിനിമയിലൊക്കെ ബ്രൂട്ടൽ റേപ്പൊക്കെ അല്ലേ കാണിച്ചേക്കണത്. അപ്പോൾ അത്തരം രംഗങ്ങളൊക്കെ സിനിമയിലുണ്ട്. പിന്നെ ഇത് ടോക്സിക്കിലെ അത് രംഗം ഒബ്ജക്റ്റിഫിക്കേഷനാണ്. ഈ ഐറ്റം ഡാൻസൊക്കെ ഒബ്ജക്റ്റിഫിക്കേഷൻ എന്ന് പറയില്ലേ. ഇപ്പോൾ ലൂസിഫറിൽ ഉണ്ട് ഐറ്റം ഡാൻസ്, KGF-ലുണ്ട്, ബാഹുബലിയിലുണ്ട്. അപ്പം ടോക്സിക്കിനെ വിമർശിക്കുമ്പോൾ പല സിനിമകളെയും വിമർശിക്കേണ്ടി വരും.